ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ കൊളംബിയയാണ്. വരുന്ന ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ മത്സരം നടക്കുക. അർജന്റീനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ചുകൊണ്ടാണ് അർജന്റീന വരുന്നത്. എന്നാൽ കൊളംബിയയുടെ പ്രകടനം ഇപ്പോൾ മോശമാണ്. അവസാനത്തെ 5 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ കൊളംബിയയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ഏതായാലും അർജന്റീന ട്രെയിനിങ് ക്യാമ്പിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ താരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും TYC സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച അർജന്റീന ട്രെയിനിങ് നടത്തിയിരുന്നില്ല. ഇന്നലെ ട്രെയിനിങ് അർജന്റീന പുനരാരംഭിച്ചിട്ടുണ്ട്. 40 മിനിറ്റ് ഫോർമൽ പ്ലേയിങ് ആണ് താരങ്ങൾ നടത്തിയിട്ടുള്ളത്. അർജന്റീനയുടെ അണ്ടർ 20 ടീമിലുള്ള 3 താരങ്ങളെ പരിശീലകൻ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇനി നിക്കോളാസ് ടാഗ്ലിയാഫിക്കോക്ക് വരുന്ന മത്സരം നഷ്ടമാകും. അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. അതേസമയം സസ്പെൻഷനിലായിരുന്ന പല താരങ്ങളും മടങ്ങിയെത്തുന്നു എന്നുള്ളത് സ്കലോണിക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. നിക്കോളാസ് ഓട്ടമെൻഡി, അതുപോലെ തന്നെ നിക്കോളാസ് ഗോൺസാലസ്, ലിയാൻഡ്രോ പരേഡസ്, എൻസോ ഫെർണാണ്ടസ് എന്നിവരൊക്കെ തിരിച്ചെത്തുകയാണ്. അടുത്ത മത്സരത്തിൽ ഈ താരങ്ങൾ എല്ലാവരും അവൈലബിൾ ആയിരിക്കും. പക്ഷേ വരുന്ന മത്സരത്തിൽ സൂക്ഷിക്കേണ്ട ചില താരങ്ങളുണ്ട്. അതായത് യെല്ലോ കാർഡ് ലഭിച്ചാൽ സസ്പെൻഷൻ ലഭിക്കുന്ന ചില താരങ്ങളുണ്ട്. ഹൂലിയൻ ആൽവരസ്, റോഡ്രിഗോ ഡീപോൾ, ലൗറ്ററോ മാർട്ടിനസ്, പലാസിയോസ്, തിയാഗോ അൽമേഡ, ജിയോവാനി ലോ ചെൽസോ, ഈ താരങ്ങൾ എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ സസ്പെൻഷനിൻ്റെ വക്കിലാണ് എന്നുള്ളതാണ്. ഏതായാലും കൊളംബിയക്കെതിരെ ഒരു മികച്ച പോരാട്ടത്തോടു കൂടി ഒരു വിജയം സ്വന്തമാക്കാൻ കഴിയും എന്നാണ് അർജന്റീന ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സ്വന്തം മൈതാനത്താണ് കളിക്കുന്നത് എന്നത് അവർക്ക് അഡ്വാൻറ്റേജ് നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.